JAYAKRISHNAN അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ തഹസീൽദാർ സീനിയർ സൂപ്രണ്ടന്റ് ലാൻഡ് റവന്യൂ കാറ്റഗറി നമ്പർ 566/2021 സിലബസ് വൈസ് ക്രാഷ് ക്ലാസ്സിൽ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ, അതായത് മുൻവർഷങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ള മുൻവർഷങ്ങളിൽ PSC പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 162 ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 ഈസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡാഷ്. അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിലെ 162 വകുപ്പ് അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അക്യൂസ്ഡ്, ഓപ്ഷൻ ബി വിറ്റ്നസ്സസ്, ഓപ്ഷൻ ബി പോലീസ് ഓഫീസർ, ഓപ്ഷൻ ഡി മജിസ്ട്രേറ്റ്. സെക്ഷൻ 162 ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 ഈസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ്, ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ, അക്യൂസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ. The protection under section 162 of the code of criminal procedure 1973 is a dash. അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ 162 വകുപ്പ് പ്രകാരമുള്ള സംരക്ഷണം ഇതാണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ അവൈലബിൾ ഇൻ സിവിൽ പ്രൊസീഡിംഗ്സ്, ഓപ്ഷൻ ബി അവൈലബിൾ ഫോർ പ്രൊസീഡിംഗ്സ് അണ്ടർ ആർട്ടിക്കിൾ 32 ആൻഡ് ഓർ 226 ഓഫ് ദ Constitution, option C not available in rape cases, option D only available in criminal inquiry or trial or in respect of the offence under investigation. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, only available in criminal inquiry or trial in respect of the offence under investigation. അടുത്ത ക്വസ്റ്റ്യൻ. Under the provisions of Code of Criminal Procedure 1973 confessions, അതായത് ഈ 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ വ്യവസ്ഥകൾ പ്രകാരം കുറ്റസമ്മതം ഡാഷ് ആണ്. ഓപ്ഷൻ ഓപ്ഷൻ എ ക്യാൻ only be made to the authorized persons, ഓപ്ഷൻ ബി only the magistrate enjoys the power of recording confessions, ഓപ്ഷൻ സി made to the police officer are valid, ഓപ്ഷൻ ഡി made by the accused while in police custody to a police officer is valid. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, only the magistrate enjoys the power of recording confessions. അടുത്ത ക്വസ്റ്റ്യൻ. Under section 164 of the Code of Criminal Procedure 1973, അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ 164 വകുപ്പ് പ്രകാരം ഡാഷ് ആണ്. ഓപ്ഷൻ എ only the statement of a person produced by the police or investigations agencies can be recorded. Option B statement of the person approaching the magistrate independently can be recorded. Option C the statement made need not be voluntary. Option D the police officer is authorized to record the statement. Option A ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statements does not hold true or for the confessions made to the magistrate under the provisions of the Code of Criminal Procedure 1973? അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിലെ വ്യവസ്ഥകൾ പ്രകാരം മജിസ്ട്രേറ്റിന് മുമ്പാകെ നടത്തിയ കുറ്റസമ്മതം ഇനി പറയുന്നതിൽ ഏതാണ് ശരിയല്ല? ഓപ്ഷൻ എ it is the duty of the magistrate to exclude the presence of the police officer from the place where the confession is recorded. Option B it is obligatory for the magistrate to warn the accused before recording his confession that he is not bound to make it, and that if he does so it may be used as evidence against him. Option C the accused should be sent back to police custody as soon as the confession is recorded. Option D it is necessary
for the confession to be signed by the accused. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. The accused should be sent back to police custody as soon as the confession is recorded. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following confessions is admissible under the provisions of the Code of Criminal Procedure 1973? അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിലെ വ്യവസ്ഥകൾ പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് സ്വീകാര്യമായ കുറ്റസമ്മതം? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, magistrate while recording a confession did not specifically tell the accused that he was a magistrate. Option B, magistrate recorded the confession of the accused but did not get it signed by the accused. Option C, investigating officer took the accused from the jail to the magistrate, sat with him while the confession was being made and brought the accused back to the jail. Option D, the magistrate recorded the confession of the accused but forgot to certify that the confession was taken voluntarily. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ. Which of the following statements hold true for the magistrate's power to send an accused to remand under section 167 of the Code of Criminal Procedure 1973? അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിലെ 167 വകുപ്പ് പ്രകാരം ഒരു പ്രതിയെ റിമാൻഡിലേക്ക് അയക്കാനുള്ള മജിസ്ട്രേറ്റിന്റെ അധികാരത്തിന് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ, if the investigation is not completed within 60 days he has to be released on bail. Option B, the maximum period of remand in police custody cannot exceed 15 days. After that only sending to judicial custody is possible. Option C, the maximum period of remand in judicial custody cannot exceed 15 days. After that only sending to police custody is possible. Option D, if the investigation is not completed within maximum period of 90 days the accused have to be released. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statements is not true under the provisions of section 167 of the Code of Criminal Procedure 1973? അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിലെ 167 വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഇനി പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയല്ല? ഓപ്ഷൻ എ, the provision for release in mandatory in the sense of the accused shall have to be released on bail. Magistrate has the power to remand accused to army custody for investigation. Option C, the order under this section is a judicial order. Option D, on the expiry of 60 days from the date of the arrest of the accused the further detention does not IPSO facto become illegal. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is true of section 31 CRPC? അതായത് ഇനി പറയുന്നത് ഏതാണ് സെക്ഷൻ 31 CRPC പ്രകാരം ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, it relates to the quantum of the punishment that the court has jurisdiction to pass where the accused is convicted of 2 or more offences at one trial. Option B, it is rule of the procedural law. Option C, either A or B. Option D, both A and B. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ, both A and B. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statement is not true regarding the charge sheet made under the provisions of the Code of Criminal Procedure 1973? അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ വ്യവസ്ഥകൾക്ക് കീഴിലുള്ള കുറ്റപത്രവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ എ, in case of offense of a rape of child the charge sheet must be submitted within 3 months of the FIR. Option B, after submission of the charge sheet there cannot be any further investigation into the case by police. Option C, the right to be released on bail is lost once the charge sheet is filled. Option D, the charge sheet against absconding accused can be filled even if the accused is not arrested. Option B ആണ് correct answer. അടുത്ത question. The term
taking cognizance under the provisions of Code of Criminal Procedure 1973 means. അതായത് ഈ 1973 ക്രിമിനൽ നടപടി ചട്ടത്തിലെ വ്യവസ്ഥകൾക്ക് കീഴിലുള്ള തിരിച്ചറിയൽ എന്ന പദത്തിന്റെ അർത്ഥം ഓപ്ഷൻ എ സ്റ്റാർട്ടിംഗ് എ ട്രയൽ, ഓപ്ഷൻ ബി കംപ്ലീറ്റിംഗ് പ്രിലിമിനറി requirements for starting a criminal trial, option C taking a notice of the matter judicially, option D an administrative action to decide if criminal trial is required. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, taking notice of the matter judicially. അടുത്ത ക്വസ്റ്റ്യൻ, under the provisions of Code of Criminal Procedure 1973 for taking cognizance of an offense dash. അതായത് ഈ 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ വ്യവസ്ഥകൾ പ്രകാരം ഒരു കുറ്റകൃത്യം ഏറ്റെടുക്കുന്നതിന് ഡാഷ് ആണ്. ഓപ്ഷൻ എ ജുഡീഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ബൈ ദ മജിസ്ട്രേറ്റ് ഈസ് നോട്ട് നീഡഡ്. ഓപ്ഷൻ ബി ഇറ്റ് ഈസ് നോട്ട് be open to the court to analyze the evidence produced. Option C is an area exclusively within the domain of the magistrate and the officer in charge of the case. Option D, the offence must be committed within the territorial jurisdiction of a first class judicial magistrate. Option B ആണ് correct answer. It is not open to the court to analyze the evidence produced. അടുത്ത question, under the provisions of the Code of Criminal Procedure 1973 cognizance can be taken of a dash. അതായത് ഈ 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ വ്യവസ്ഥകൾ പ്രകാരം ഡാഷിൽ നിന്ന് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഒന്ന് ഒഫൻസ്, 2 അക്യൂസ്ഡ്, 3 വിറ്റ്നസസ്, 4 ഒഫൻഡേഴ്സ്. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി 1 and 3, ഓപ്ഷൻ സി 1 and 2, ഓപ്ഷൻ ഡി 1 and 4. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, only 1. അടുത്ത ക്വസ്റ്റ്യൻ, in which of the following cases will be provisions of section 197 of the Code of Criminal Procedure 1973 apply? അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിലെ 197 വകുപ്പിലെ വ്യവസ്ഥകള് ഇനി പറയുന്ന ഏത് കേസുകളിലാണ് ബാധകമാകുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മജിസ്ട്രേറ്റ് റൈറ്റിംഗ് എ ലെറ്റർ ടു ദ ഡിസ്ട്രിക്ട് ജഡ്ജ് that an advocate is rowdy, a big gambler, a mischievous element. Option B, block development officer lodging FIR against the sarpanch and secretary of an gram panchayat under section 409 and 34 of the IPC. Option C, a complaint against the personnel at the BSF alleging and that illegal gratification of Rs 10,000 was demanded from the complaint and on his refusal to pay, his shop was ransacked and goods taken away. Option D, a judge charged with using defamatory language to a witness during a trial of suit. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following requirements need not be followed under section 200 of the Code of Criminal Procedure 1973? അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ 200 വകുപ്പിന് കീഴിൽ ഇനി പറയുന്ന ആവശ്യകതകൾ ഏതാണ് പാലിക്കേണ്ടതില്ല? ഓപ്ഷൻ എ, the complainant must be examined. Option B, examination of the complainant must be under oath. Option C, the accused must be given an opportunity to be heard. Option D, the examination of the complaint must be reduced to writing. Option C ആണ് correct answer. അടുത്ത question, under the provisions of section 202 of the Code of Criminal Procedure 1973 the magistrate cannot dash. അതായത് ഈ 1973 ക്രിമിനൽ നടപടി ചട്ടത്തിലെ 202 വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം മജിസ്ട്രേറ്റിന് കഴിയില്ല ഡാഷ്. Option A, conduct the inquiry himself. Option B, ask the police officer to conduct an investigation. Option C, ask a person who is not police officer to conduct an investigation. Option D, use judicial discretion. Option D ആണ് correct answer. അടുത്ത question,
the magistrate under the provisions of section 203 of the Code of Criminal Procedure 1973 can dismiss a complaint dash. അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിലെ 203 വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം മജിസ്ട്രേറ്റിന് ഒരു പരാതി തള്ളിക്കളയാം ഡാഷ്. ഓപ്ഷൻ എ, even if the proceedings against the accused have commenced. Option B, even if there is sufficient ground for proceeding. Option C, even if inquiry under section 202 of the CRPC is not done. Option D, even if the complainant is not examined. Option C ആണ് correct answer. അടുത്ത question. Which of the following statements hold true for plea of guilty under the provisions of the Code of Criminal Procedure 1973? അതായത് 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ വ്യവസ്ഥകൾ പ്രകാരം കുറ്റസമ്മതത്തിന് ഇനി പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ദ plea of not guilty is not recognized by CRPC. Option B, pleader can be make plea of guilty on behalf of the accused. Option C, the admission made by the accused is binding on him. The plea of guilty to a capital charge is indemnifiable. Option A ആണ് correct answer. അടുത്ത question. Under section 239 and 240 of the Code of Criminal Procedure 1973. അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ 239, 240 എന്നിവ പ്രകാരം ഡാഷ് 1, reason must be given if the accused is discharged. 2, reasons must be given if the charge are framed against him. Third one, hearing includes hearing of evidence if needed. Option നോക്കാം. Option A 1 and 2, option B 1 and 3, option C 2 and 3, option D only 3. ഏതാണ് correct answer? Option B ആണ് correct answer. അടുത്ത question. Under section 243 of the Code of Criminal Procedure 1973. അതായത് 1973 അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ 243 വകുപ്പ് പ്രകാരം ഡാഷ് ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, a magistrate cannot issue summons to the complainant for being examined as a witness of the accused. Option B, the court cannot ask the accused to deposit expenses which might be incurred by the witness. Option C, at the instance of the accused the complaint can be resummoned. Option D, all of the above. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് correct answer. അടുത്ത question. Under the provisions of the Code of Criminal Procedure 1973, normally a person cannot be discharged unless the prosecution evidence has been taken and the magistrate considers for the reasons to be recorded that no case is made out against the accused. Which of the following section contains the exception to this rule? അതായത് ഈ 1973 ക്രിമിനൽ നടപടി ചട്ടത്തിലെ വ്യവസ്ഥകൾ പ്രകാരം പ്രോസിക്യൂഷൻ തെളിവുകൾ എടുക്കുകയും പ്രതികൾക്കെതിരെ കേസെടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ സാധാരണയായി ഒരാളെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല. ഇനി പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് ഈ നിയമത്തിന് അനുവാദം അടങ്ങിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 239, ഓപ്ഷൻ ബി 245, ഓപ്ഷൻ സി 248, ഓപ്ഷൻ ഡി 203. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, 245. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statements does not hold true under section 246 of the Code of Criminal Procedure 1973? അതായത് ഈ 1973 ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ 246 വകുപ്പ് പ്രകാരം ഇനി പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, the magistrate can exercise his discretion to allow cross examination or not. Option B, the accused cannot cross examine the witness for the prosecution before the charges are made. Option C, if the accused pleads guilty, magistrate is bound to record the plea. Option D, if the accused pleads guilty, magistrate is not bound to convict him. Option B ആണ് correct answer. അടുത്ത question. Discharge of the accused under section 249 of the Code of Criminal Procedure 1973. അതായത് ഈ
1973 ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ 249 വകുപ്പ് പ്രകാരമുള്ള കുറ്റാരോപണ ഡാഷ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഈസ് കൺസിഡേർഡ് ടു ബി അക്വിറ്റൽ ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 300 ഓഫ് CRPC. ഓപ്ഷൻ ബി ഈസ് ബേസ്ഡ് ഓൺ ദ മെറിറ്റ്സ് ഓഫ് ദ കേസ്. ഓപ്ഷൻ സി ആക്ട്സ് ആസ് എ bar on filing second complaint. Option D need not be done in case of complainant dies. Option ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. need not be done in case of the complainant dies. അടുത്ത ക്വസ്റ്റ്യൻ. The order for compensation under section 250 of the Code of Criminal Procedure 1973 can be made dash. അതായത് ഈ 1973 ക്രിമിനൽ നടപടി ചട്ടത്തിൽ 250 വകുപ്പ് പ്രകാരമുള്ള നഷ്ടപരിഹാരത്തിന് ഉത്തരവിടാം ഡാഷ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇൻ കേസ് വെയർ ദ ഒഫൻസസ് ആർ കോമ്പൗണ്ടഡ്. ഓപ്ഷൻ ബി വെയർ ഡിസ്ചാർജ് ഓർ അക്വിറ്റൽ is not made. Option C by the magistrate only where the offence charge is triable by him. Option D by the successor in office. Option C ആണ് correct answer. Question. An order under dash of the Code of Criminal Procedure 1973 acts as a bar under section 300 of the code to the trial of the accused for the same offence. അതായത് ഈ 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ ഡാഷിന് കീഴിലുള്ള ഒരു ഉത്തരവ് അതേ കുറ്റത്തിന് പ്രതിയുടെ വിചാരണയ്ക്ക് കോഡിന്റെ സെക്ഷൻ പ്രകാരം ഒരു വാറായി പ്രവർത്തിക്കുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സെക്ഷൻ 256. ഓപ്ഷൻ ബി സെക്ഷൻ 203. ഓപ്ഷൻ സി സെക്ഷൻ 227. ഓപ്ഷൻ ഡി സെക്ഷൻ 239. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സെക്ഷൻ 256. അടുത്ത ക്വസ്റ്റ്യൻ. The magistrate at his discretion can allow the complainant to withdraw the complaint and acquit the accused in case of dash. അതായത് മജിസ്ട്രേറ്റ് തന്റെ വിവേചനാധികാരത്തിന്റെ പരിധിയിൽ വിവേചന അധികാരത്തില് പരാതി പിൻവലിക്കാനും പ്രതിയെ കുറ്റവിമുക്തനാക്കാനും പരാതിക്കാരനെ അനുവദിക്കാവുന്നതാണ് ഡാഷ്. ഓപ്ഷൻ എ വാറന്റ് കേസ്. ഓപ്ഷൻ ബി സമ്മൻസ് കേസ്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി നൈദർ എ നോർ ബി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സമ്മൻസ് കേസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് വാസ് ഇറ്റ് ഹെൽഡ് ദാറ്റ് ദ ഡിഫക്ട് resulting from non-compliance of section 275 of the Code of Criminal Procedure 1973 in the absence of actual or possible failure of justice is curable under section 464 and 465 of the CRPC. അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ 275 വകുപ്പ് പാലിക്കാത്തതിന് ഫലമായി ഉണ്ടാകുന്ന പിഴവ് യഥാർത്ഥമോ സാധ്യമായതോ ആയ നീതി പരാജയത്തിന്റെ അഭാവത്തിൽ CRPCയുടെ സെക്ഷൻ 464, 465 പ്രകാരം ഭേദമാക്കാവുന്നതാണെന്ന് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നെയ്ൻ സിംഗ്. ഓപ്ഷൻ ബി റാം ദിയൽ ബി മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി. ഓപ്ഷൻ സി അബ്ദുൾ റഹ്മാൻ ബി എംബറർ. ഓപ്ഷൻ ഡി രഞ്ജിത് സിംഗ് ബി സ്റ്റേറ്റ് ഓഫ് UP. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. അബ്ദുൾ റഹ്മാൻ ബി എംബറർ. അടുത്ത ക്വസ്റ്റ്യൻ. For the application of section 300 of the Code of Criminal Procedure 1973 it is not necessary. അതായത് 1973 ക്രിമിനൽ നടപടി ചട്ടത്തിലെ 300-ാം വകുപ്പിന്റെ പ്രയോഗത്തിന് ഡാഷ് ആവശ്യമില്ല. ഓപ്ഷൻ എ ദാറ്റ് there must have been a previous trial of the accused. Option B for the accused to be acquitted in the previous trial. Option C for the previous proceedings to have been for offense. Option D for the second trial to be for the same offense. Option B ആണ് correct answer. For the accused to be acquitted in the previous trial. Other question. An advocate who is accused first one of a criminal offense is entitled to conduct his own defense. Second one of a criminal offense is not entitled to conduct his own defense. Third one with others of a criminal offense is not entitled to appear at the trial as a counsel for his co-accused. Fourth one with others of criminal
of a criminal offence is entitled to appear at the trial as counsel for his co-accused. Option A 1 and 3, option B 1 and 4, option C 2 and 3, option D 2 and 4. ഏതാണ് correct answer? Option A ആണ് ശരി correct answer 1 and 3. അടുത്ത question. Who amongst the following is not competent under section 92 for CRPC to order the postal or telegraph authority to deliver the documents thing? അതായത് ഈ ഡോക്യുമെന്റുകൾ കൈമാറാൻ തപാൽ അല്ലെങ്കിൽ ടെലിഗ്രാം അതോറിറ്റിക്ക് ഓർഡർ നൽകാൻ CRPCയുടെ സെക്ഷൻ 92 പ്രകാരം താഴെ പറയുന്നതിൽ ആർക്കാണ് യോഗ്യതയല്ലാത്തത്? ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഓപ്ഷൻ ബി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഓപ്ഷൻ സി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The word inspection used in section 93(1)(c) CRPC refers to. അതായത് സെക്ഷൻ 93(1)(c) CRPCയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെക്ഷൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്ന സെക്ഷൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ എ തിങ്സ് ഓർ ഡോക്യുമെന്റ്സ്, ഓപ്ഷൻ ബി ലൊക്കാലിറ്റി ആൻഡ് പ്ലേസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി ഐദർ എ ഓർ ബി. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ ലൊക്കാലിറ്റി ആൻഡ് പ്ലേസ്. അടുത്ത ക്വസ്റ്റ്യൻ. A search warrant can be issued in respect of a place. അതായത് ഒരു സ്ഥലത്തെ സംബന്ധിച്ച ഒരു സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാം ഡാഷ്. ഓപ്ഷൻ എ യൂസ്ഡ് ഫോർ ഡെപ്പോസിറ്റ് ആൻഡ് സെയിൽ ഫോർ സ്റ്റോളൻ പ്രോപ്പർട്ടി, ഓപ്ഷൻ ബി യൂസ്ഡ് ഫോർ ഡെപ്പോസിറ്റ് സെയിൽ ആൻഡ് പ്രൊഡക്ഷൻ ഫോർ കൗണ്ടർഫീറ്റ് ഓയിൻ കറൻസി നോട്ട്സ് ആൻഡ് സ്റ്റാമ്പ്സ്, ഓപ്ഷൻ സി യൂസ്ഡ് ഫോർ ഡെപ്പോസിറ്റ് സെയിൽ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഫോർജ്ഡ് ഡോക്യുമെന്റ്സ് ആൻഡ് ഫാൾസ് സീൽസ്, ഓപ്ഷൻ ഡി ഓൾ ദ എബവ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓൾ ദ എബവ്. അടുത്ത ക്വസ്റ്റ്യൻ. അണ്ടർ സെക്ഷൻ 95 of CRPC certain publications can be forfeited and a search warrant can be issued for the same. In this context the propositions are. CRPCയുടെ സെക്ഷൻ 95 പ്രകാരം ചില പ്രസിദ്ധീകരണങ്ങൾ കണ്ടുകെട്ടുകയും അതിനായി സെർച്ച് വാറന്റ് നൽകുകയും ചെയ്യാം. ഈ സാഹചര്യത്തിൽ നിർദ്ദേശങ്ങൾ ഇവയാണ്. ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ന്യൂസ് പേപ്പർ cannot be forfeited and search warrant cannot be issued for the same as it would be violated of the fundamental right of speech and expression and involves the fourth estate. Option B a book can be forfeited and search warrant can be issued for the same. C a document can be forfeited and search warrant can be issued for the same. Which of the following is correct? Option നോക്കാം. ഓപ്ഷൻ എ ആൻഡ് ബി ആർ കറക്റ്റ്, ഓപ്ഷൻ ബി എ ആൻഡ് സി ആർ കറക്റ്റ്, ഓപ്ഷൻ സി ബി ആൻഡ് സി ആർ കറക്റ്റ്, ഓപ്ഷൻ ഡി എ ബി ആൻഡ് സി ഓൾ ആർ കറക്റ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ബി ആൻഡ് സി ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സെക്ഷൻ 87 ഓഫ് CRPC ഓതറൈസസ് ഇഷ്യൂ ഓഫ് വാറണ്ട്. അതായത് ഈ CRPCയുടെ സെക്ഷൻ 87 വാറണ്ട് പുറപ്പെടുവിക്കുന്നതിന് അംഗീകാരം നൽകുന്നു ഡാഷ്. ഓപ്ഷൻ എ ഇൻ ലീവ് ഓഫ് സമൻ, ഓപ്ഷൻ ബി ഇൻ അഡീഷൻ ടു സമ്മൻസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ കറക്റ്റ് ആൻസർ ബോത്ത് എ ആൻഡ് ബി. അടുത്ത ക്വസ്റ്റ്യൻ. എ ഡിക്ലറേഷൻ ഓഫ് forfeiture under section 95 of CRPC can be set aside by. അതായത് ഈ CRPCയുടെ സെക്ഷൻ 95 പ്രകാരമുള്ള ജപ്തി പ്രഖ്യാപനം ഇനി പറയുന്ന രീതിയിൽ നീക്കി വയ്ക്കാം. ഓപ്ഷൻ എ മജിസ്ട്രേറ്റ് ഇഷ്യൂയിങ് ദ സെർച്ച് വാറന്റ്, ഓപ്ഷൻ ബി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് / ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, ഓപ്ഷൻ സി കോർട്ട് ഓഫ് സെഷൻസ്, ഓപ്ഷൻ ഡി ഹൈക്കോർട്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The period of limitation for an application to aside the declaration of forfeiture has been provided. അതായത് ജപ്തി പ്രഖ്യാപനം മാറ്റിവെക്കാനുള്ള അപേക്ഷയുടെ പരിമിതിയുടെ കാലയളവ് നൽകിയിരിക്കുന്നു. ഓപ്ഷൻ എ അണ്ടർ സെക്ഷൻ 95 ഓഫ് CRPC, ഓപ്ഷൻ ബി അണ്ടർ സെക്ഷൻ 96 ഓഫ് CRPC, ഓപ്ഷൻ സി അണ്ടർ സെക്ഷൻ 97 ഓഫ് CRPC, ഓപ്ഷൻ ഡി അണ്ടർ സെക്ഷൻ 98 ഓഫ് CRPC. ഏതാണ് കറക്റ്റ് ആൻസർ? അല്ല അടുത്ത and the same is option A 1 month from the date of publication of declaration, option B 2 months from the date of publication of declaration, option C 3 months from the date of publication of declaration, option D
6 months from the date of publication of declaration. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 2 months from the date of publication of declaration. അടുത്ത ക്വസ്റ്റ്യൻ. During investigation, a search can be conducted without warrant by. അതായത് ഈ അന്വേഷണ വേളയിലെ ഡാഷിന് വാറണ്ട് ഇല്ല, അതെ തിരച്ചിൽ നടത്താം. ഓപ്ഷൻ എ എനി പോലീസ് ഓഫീസർ, ഓപ്ഷൻ ബി ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി either എ ഓർ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അത് ക്വസ്റ്റ്യൻ. സെർച്ച് വിത്തൗട്ട് വാറണ്ട് ക്യാൻ ബി കണ്ടക്ടഡ് അണ്ടർ സെക്ഷൻ 103 ഓഫ് CRPC. അതായത് CRPCയുടെ 103 വകുപ്പ് പ്രകാരം വാറണ്ട് ഇല്ലാതെ തിരയൽ നടത്താം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇൻ ദ പ്രസൻസ് ഓഫ് ദ മജിസ്ട്രേറ്റ് ഹു ഈസ് കോമ്പിറ്റന്റ് ടു ഇഷ്യൂ സെർച്ച് വാറണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് എനി പോലീസ്. ഓപ്ഷൻ ബി ഇൻ ദ പ്രസൻസ് ഓഫ് മജിസ്ട്രേറ്റ് ഹു ഈസ് നോട്ട് കോമ്പിറ്റന്റ് ടു ഇഷ്യൂ സെർച്ച് വാറണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് എനി പോലീസ്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി neither എ ഓർ നോർ ബി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സെർച്ച് വാറണ്ട് ഇൻ റെസ്പെക്ട് ഓഫ് എ പ്ലേസ്. ഒരു സ്ഥലത്തെ സംബന്ധിച്ച് സെർച്ച് വാറണ്ട് ഡാഷ് ഉൾപ്പെടുന്നു. ഓപ്ഷൻ എ ഇൻക്ലൂഡ്സ് എ സെർച്ച് ഓഫ് എ പേഴ്സൺ പ്രസന്റ് ഇൻ ഓർ അബൌട്ട് ദാറ്റ് പ്ലേസ്. ഓപ്ഷൻ ബി ഡസ് നോട്ട് ഇൻക്ലൂഡ് സെർച്ച് ഓഫ് എ പേഴ്സൺ ഇൻ ഓർ അബൌട്ട് ദാറ്റ് പ്ലേസ്. ഓപ്ഷൻ സി ഇൻക്ലൂഡ് സെർച്ച് ഓഫ് എ പേഴ്സൺ ഇൻ ഓർ അബൌട്ട് that place only if such persons is suspected of concealing about his persons any article for which search is being made. Option D none of the above. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.